നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് 3 sin raised to 4 3 pi by 2 minus alpha plus 4 sin raised to 4 3 pi plus alpha minus 2 into sin raised to 6 pi by 2 plus alpha plus sin raised to 6 5 pi minus alpha. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ രണ്ട് സെക്ഷൻ ഉണ്ട്, ഒന്ന് 3 ഒന്ന് -2. അത് നമുക്ക് ചെറുതായിട്ട് ചെയ്യാൻ വേണ്ടി 3 നമുക്ക് എടുക്കാം. 3 ഇൻറ്റു സൈൻ സ്ക്വയർ 3 പൈ ബൈ 2 പൈ ബൈ 2 90യുടെ ഓഡ് മൾട്ടിപ്പിൾസ് ആകുമ്പോൾ എന്താവും, അത് കോസായിട്ട് മാറും, അത് കോസ് ആൽഫയായിട്ട് മാറും. ഇതാണ് 3 പൈ ബൈ 2 ആയിട്ട്. ഇനി ഇതിൻ്റെ കോർഡിനേറ്റ് നെഗറ്റീവ് വാല്യൂസ് അറിയണമെന്നുണ്ടെങ്കിൽ 3 പൈ ബൈ 2 വെച്ചാൽ 1 2 3 ഈ ലൈനിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ മൈനസ് ആൽഫയെന്നായതുകൊണ്ട് റിവേഴ്സ് വരുമ്പോഴത്തേക്ക് അവിടെ വരും സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റിൽ സൈൻ മൈനസ് ആണ്. അപ്പോൾ ഇത് മൈനസ് കോസ് ആൽഫ ആയിട്ട് വരും. മൈനസ് കോസ് ആൽഫ ദ ഹോൾ റേസ് ടു പ്ലസ് സൈൻ റേസ് ടു 4 3 പൈ എന്ന് പറയുമ്പോൾ വ്യത്യാസമില്ല, എന്താണ് സൈൻ ആൽഫ തന്നെ വരും. സൈൻ ആൽഫ വരുമ്പം പൈയുടെ മൾട്ടിപ്പിൾസ് ആണ്, പൈയുടെ റൊട്ടേഷൻ ആണ്. 3 പൈ എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ വരും നോക്കണം, 1 പൈ 2 പൈ 3 പൈ. 3 പൈ എന്ന് പറയുമ്പോൾ ഇവിടെ വരും. 3 പൈ പ്ലസ് ആൽഫ വരുമ്പോൾ എഗെയിൻ അത് തേർഡ് ക്വാഡ്രന്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതും മൈനസ് ആണ്, മൈനസ് ദ ഹോൾ റേസ് ടു 4. ഇതിന് നമ്മൾ ഞാൻ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 3 ഇൻറ്റു മൈനസിൻ്റെ പവർ നെഗറ്റീവ് ഈവൻ നമ്പർ ആണെങ്കിൽ മൈനസിൻ്റെ പവർ ഈവൻ നമ്പർ ആണെങ്കിൽ അത് പോസിറ്റീവായിട്ട് മാറും. അപ്പം നമ്മൾ കോസ് ആൽഫ റേസ് ടു 4നെ ഞാൻ എങ്ങനെ എഴുതും, കോസ് സ്ക്വയർ ആൽഫ ദ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ ദ ഹോൾ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ ഇവിടെ ഒരു ഐഡൻറ്റിറ്റി നമ്മളിവിടെ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്താണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 2ab. ഇതൊരു ആൾജിബ്രിക് ഐഡൻറ്റിറ്റിയാണ്, മൈനസ് 2ab. അതനുസരിച്ച് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു എ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ ആൽഫയാണ്. അപ്പോൾ എന്താണ്, കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 കോസ് സ്ക്വയർ ആൽഫ സൈൻ സ്ക്വയർ ആൽഫ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, 3 ഇൻറ്റു ഇത് 1 ആയി മാറും, 1 മൈനസ് 2 കോസ് സ്ക്വയർ ആൽഫ സൈൻ സ്ക്വയർ ആൽഫ. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 മൈനസ് 3 ഇൻറ്റു 2 6 കോസ് സ്ക്വയർ ആൽഫ സൈൻ സ്ക്വയർ ആൽഫ. ദിസ് ഈസ് ദ വൺ റിസൾട്ട്. ഇനി അടുത്തത് എന്താണ്, അടുത്ത നമ്മൾ നോക്കുമ്പോഴത്തേക്കും -2 ഇൻറ്റു സൈൻ റേസ് ടു പൈ ബൈ 2 വരുമ്പോഴത്തേക്ക് ഓഡ് മൾട്ടിപ്പിൾസ് ആണ്. സൈൻ പൈ ബൈ 2 വരുമ്പോഴത്തേക്ക് അതെന്താണ്, കോസായിട്ട് മാറും, കോസ്. ഇനി എന്താണ്, പൈ ബൈ 2 ഇതാണ് ലൈൻ. പൈ ബൈ 2 പ്ലസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് വരും. സെക്കൻഡ് ക്വാഡ്രന്റ് സൈൻ പോസിറ്റീവ് ആണ്. അപ്പം കോസ് ആൽഫ ദ ഹോൾ റേസ് ടു 6 പ്ലസ് സൈൻ റേസ് ടു 5 ആൽഫ. 5 എന്ന് പറയുമ്പോൾ ആൽഫ എന്ന് പറയുമ്പോൾ പൈയുടെ റൊട്ടേഷൻ ആയതുകൊണ്ട് ഫങ്ഷൻ ചേഞ്ച് ഇല്ല, അപ്പോൾ സൈൻ വരും. അപ്പോൾ എന്താണ്, 1 2 3 4 5 ഇവിടെ വരും അല്ലേ. മൈനസ് നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോഴത്തേക്ക് അത് പോസിറ്റീവാണ്. അപ്പോൾ സൈൻ ആൽഫ ദ ഹോൾ റേസ് ടു 6. Then -2 ഇൻറ്റു കോസ് ആൽഫ ദ ഹോൾ റേസ് ടു 6നെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. കോസ് സ്ക്വയർ ആൽഫ ദ ഹോൾ റേസ് ടു 3 പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ ദ ഹോൾ റേസ് ടു 3. ദെൻ ഇവിടെ മറ്റൊരു ഐഡൻറ്റിറ്റി നമ്മൾ ഉപയോഗിക്കുകയാണ്. എന്താണ്, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ പ്ലസ് ബി.
ഇവിടെ എ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ ആൽഫയും ബി എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ ആൽഫയാണ്. അപ്പോൾ ഇതെന്താവും? -2 ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ the whole raised to 3 minus 3 into cos square alpha sin square alpha into cos square alpha plus sin square alpha. അപ്പോൾ ഇത് 1 ആയി മാറും, ഇത് 1 ആയി മാറും. അപ്പോൾ -2 into 1 is equal to -2, -2 into -3 plus 6 cos square alpha sin square alpha. ഇതും 1 ആയി മാറും, ഇതും 1 ആയി മാറും. ഇനി നമുക്ക് ഇത് കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 + -2 3 - 6 cos square alpha sin square alpha plus -2 plus 6 cos square alpha sin square alpha. അപ്പോൾ 6 cos square alpha മൈനസ് sin square alpha വെട്ടിപ്പോൾ 3 - 2 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഫൈനൽ ആൻസർ ഈസ് ഈക്വൽ ടു 1. കറക്റ്റ് ഓപ്ഷൻ ഈസ് ഈക്വൽ ടു 1. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നന്ദി, നമസ്കാരം.